ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴ മൂന്നാറിന്റെ അടക്കം ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തിയത്. മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. മഴയെത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാടെ ശൂന്യമായി. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും അധികം ഉണർവുണ്ടാകുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഏറ്റവും അധികം എത്തുന്നതും ഈ കാലയളവിലാണ്. എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിസോർട്ട്, ഹോം സ്റ്റേ നടത്തിപ്പുകാർ, ഹോട്ടലുകൾ, ജീപ്പ് സഫാരി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് സാഹസിക വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെയും മഴ പ്രതികൂലമായി ബാധിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ മേഖലയിലും സംഭവിച്ചത്. മൂന്നാറിൽ ഇപ്പോൾ ഈ മെയ് അവസാനം ലാസ്റ്റ് വീക്കിൽ പെയ്ത മഴ ടൂറിസം രംഗത്തിനെ വളരെയേറെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ക്യാൻസലേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 50% റൂമുകളുടെ ക്യാൻസലേഷൻസ് വന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 1000 ഹോട്ടലുകളുണ്ടെങ്കിൽ ആ 1000 ഹോട്ടലുകളിൽ ഒരു 40 റൂം, ഒരു ആവറേജ് നോക്കിയാൽ 40,000 റൂം നൈറ്റ്സ് ആണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 50% ക്യാൻസലേഷൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജൂൺ മാസത്തിലേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്തേക്കുന്ന കാരണം ഒത്തിരി നഷ്ടം. പലരും പല രീതിയിലും ലോൺ എടുത്തും ഒക്കെയാണ് പല ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ നടത്തുന്നത്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു നഷ്ടമാണ് ഈ സമയത്തുണ്ടായിരിക്കുന്നത്. മഴ കനത്തതോടെ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ദേശീയപാതയിലെ തുടരെയുണ്ടായ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഗ്യാപ്പ് റോഡിലെ യാത്രാ നിരോധനവും ഇപ്പോഴും തുടരുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങളും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി. മഴ കനത്തതോടെ റിസോർട്ടുകളിലെയും ഹോം സ്റ്റേകളിലെയും മുൻകൂട്ടിയുള്ള ബുക്കിങ്ങുകൾ റദ്ദായി. ഇതിലൂടെ സ്ഥാപന നടത്തിപ്പുകാർക്ക് മാത്രം ഭാരിച്ച നഷ്ടം സംഭവിച്ചു. ഇത്തവണ മധ്യവേനൽ അവധി ആരംഭിച്ച ശേഷം മെയ് മാസത്തിലാണ് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഈ തിരക്കിൽ പ്രതീക്ഷയർപ്പിച്ച് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് പോകവെയാണ് കാലവർഷം നേരത്തെ എത്തിയതും പ്രതീക്ഷിക്കാത്ത നഷ്ടം സംഭവിച്ചതും. മഴ കനക്കുന്നതോടെ വരും മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് കുറയുമെന്നതിനാൽ കടക്കണിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.